CSDS പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജന്മദിനത്തിന്റെ ഭാഗമായി വാഗമൺ പഴയചന്ത ഭാഗത്ത് സ്ഥാപിച്ച അംബേദ്കറുടെ പ്രതിമയുടെ അനാച്ഛാദനവും നിർവഹിച്ചു. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പ്രതിമ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. ഇതിനുശേഷം വാഗമൺ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിലേക്ക് പ്രകടനവും നടന്നു. അംബേദ്കർ എഴുതിയ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് രാജ്യത്തെ ജനങ്ങളെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കർ ഒരു പേര് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനാ ശില്പി, അധസ്ഥിത നവോത്ഥാന നായകൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനാണ് ബാബാ സാഹേബ് അംബേദ്കർ. അദ്ദേഹം എഴുതിയ ഭരണഘടന രാജ്യത്ത് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് രാജ്യത്തെ ജനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ബാല്യവും ജാതിപരമായ പീഡനങ്ങളാൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നത്. കാലിഫോർണിയയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിക്കൊണ്ട് വലിയ ഉന്നത വിദ്യാഭ്യാസം നേടി കേരള ചരിത്രത്തിലും ദേശീയ ചരിത്രത്തിലും സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ സംരക്ഷണത്തിനും അനിവാര്യമായ ഒന്നാണ്. ദളിത് വിമോചന പോരാട്ടങ്ങൾക്കും സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കുമെതിരെ ശബ്ദിക്കുന്ന ഈ പ്രസ്ഥാനം അംബേദ്കർ ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. പൊതുസമ്മേളനത്തിൽ CSDS പീരുമേട് താലൂക്ക് പ്രസിഡന്റ് KV പ്രസാദ് അധ്യക്ഷനായിരുന്നു. CSMF സംസ്ഥാന പ്രസിഡന്റ് പ്രസന്ന റാണി മുഖ്യപ്രഭാഷണം നടത്തി. CSYF സംസ്ഥാന സെക്രട്ടറി ആഷ്ലി ബിനോയ് ജന്മദിന സന്ദേശം നൽകി. ജോൺസൺ ജോർജ്, സണ്ണി കണിയാമറ്റം, മോബിൻ ജോണി, കാളീശ്വരൻ, പ്രദീപ് കുമാർ, ജോഷുവ കുറ്റിയാലം, ബിനു ചാക്കോ, PK രാജൻ, സോമി മാത്യു, സണ്ണി തൊട്ടിയിൽ, KM സുരേന്ദ്രൻ, സെൽവരാജ് പള്ളിക്കട തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് സമാപനത്തിൽ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നടന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.